എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, താങ്കൾക്ക് അത്യാവശ്യം സംഗീതത്തിൽ താല്പര്യമുള്ള ആളാണല്ലോ. ജയേട്ടൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ നമുക്ക് ഈ ഗായകൻ്റെ വിയോഗം, അദ്ദേഹം പാടിവെച്ച പാട്ടുകൾ ഒരുപക്ഷെ കാലാതിവർത്തിയായി നിലനിൽക്കും എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഈ വിയോഗം നമ്മളെ വല്ലാതെ ദുഃഖിതരാക്കുന്നു എന്നതാണ് ഫാക്റ്റ്. കാരണം അദ്ദേഹം നമുക്കിടയിൽ ഉണ്ടായിരുന്നു, മാറി നിൽക്കുന്ന ഒരു പാട്ടുകാരനായിരുന്നില്ല അദ്ദേഹം. ജയേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു ദിവസം ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ എല്ലാ ദിവസവും നമ്മൾ ആ ശബ്ദത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും, അറിഞ്ഞോ അറിയാതെയോ. നമ്മൾ ഒരു പക്ഷേ അത് ചിന്തിക്കുമ്പോഴാണ് ഇന്ന് ജയചന്ദ്രൻ്റെ എത്ര പാട്ട് നമ്മൾ കേട്ടു എന്നാലോചിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യം അനുഭവിക്കാത്ത ഒരു ദിവസവും ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നതാണ് ഒരു വസ്തുത. അത്രമേൽ ഒരു മലയാളി ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു ഗായകനാണ്, ഒരു കലാകാരനാണ് അന്തരിച്ച പ്രിയപ്പെട്ട ജയേട്ടൻ. എല്ലാ തരത്തിലും നമ്മളുടെ ജീവിതവുമായി അദ്ദേഹം അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വരമാധുരി, അദ്ദേഹം ഒരു ഭാവഗായകൻ എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് ആ വിശേഷണം. ഒരു നിമിഷം വിജയകുമാർ, മലയാളത്തിലെ പ്രശസ്തനായ ചലച്ചിത്ര നിർമ്മാതാവും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനും ഫ്ലവേഴ്സിൻ്റെ ചെയർമാനുമായ ഗോകുലം ഗോപാലേട്ടൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാലേട്ടൻ, എനിക്കറിയാം ഒരുപാട് കാലമായി, ഏതാണ്ട് ഒരു 3-4 പതിറ്റാണ്ടുകളായി നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. ഒരു നിർമ്മാതാവിനപ്പുറം ഗോപാലേട്ടനോട് വലിയ ആദരവും സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് തന്നെ അദ്ദേഹം ഒരിക്കൽ നമ്മുടെ മണിയുടെ ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ വെച്ച് പറയുകയുണ്ടായി. ഒരിക്കൽ ഞാനതും ഓർമ്മിക്കുന്നു. ഗോപാലേട്ടൻ എങ്ങനെയാണ് ഈ അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തെ കാണുന്നത്? ഈ സംഗീത ലോകത്തിന്റെ വലിയൊരു നഷ്ടമായി ഞാൻ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ കാണുകയാണ്. കാരണം 40 വർഷമായി അദ്ദേഹത്തെ ബന്ധപ്പെട്ട് 40 വർഷത്തെ അവരുടെ കലാപരിപാടികളൊക്കെ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ സൗഹൃദം ഒരു പ്രത്യേക തരത്തിലായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംഗീതം ഹൃദയത്തില് എപ്പോ ഓർമ്മിക്കത്തക്കതല്ലോ, ഹൃദയത്തിലെ ഒരു മധുരം കിള്ളിത്തരുന്ന ഒരു സംഗീതമായിരുന്നു. കാരണം പഴയ പാട്ടിൽ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പഴയ പാട്ട് ജയന്തന്റെ സംഗീത അതിർക്കുത്തിൽ കേൾക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി തന്നെയായിരുന്നു. ഏതായാലും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിര്യാണത്തില് ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമായി മാറി. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും അദ്ദേഹത്തിന്റെ നിര്യാണത്തില് വലിയ വേദന ഉണ്ടാക്കും. ഏതായാലും അദ്ദേഹത്തിന്റെ നിര്യാണത്തില് ഞാൻ എൻ്റെ ആദരാജ്ഞകൾ അർപ്പിക്കുന്നു. നന്ദി. ഓക്കെ ഗോപാലേട്ട, മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനും ഫ്ലവേഴ്സിൻ്റെ ചെയർമാനും കൂടിയായ ഗോകുലം ഗോപാലേട്ടൻ പ്രതികരിക്കാൻ ഒരുപാട് കാലമായി പി ജയചന്ദ്രൻ എന്ന ഗായകനെ അടുത്തറിയുന്ന ആളാണ് ഗോപാലേട്ടൻ. എന്തായാലും ഗോപാലേട്ടനെ പോലെ എത്രയോ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. അവർക്കൊക്കെ വലിയൊരു ഷോക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ്